നമസ്കാരം. ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഒരു പേരുമിട്ട് ആരോടും എന്ത് പോക്കർത്തരവും ചോദിക്കുകയും എന്ത് തെമ്മാടിത്തരവും കാണിക്കുകയും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഓൺലൈൻ മാധ്യമ മേഖലയെ വളരെ ഗൗരവത്തോടെ കാണുന്നവരുമുണ്ട്. റീച്ച് കിട്ടാൻ വേണ്ടി ചില തെമ്മാടി കൂട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടാൽ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചുമൊക്കെ ആൾക്കാർ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഇതിപ്പോൾ പറയാൻ കാരണം DNA എന്ന സിനിമയിലെ നായകന്മാരായ അഷ്കർ സൗദാനെയും അന്ന റജി കോശിയെയും ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അന്നയോട് അവതാരക ചോദിക്കുന്നത്, അന്ന, ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടുന്നത് എന്നാണ്. ആ കുട്ടി അവതാരകയുടെ ചോദ്യം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ അഷ്കർ മറുപടി പറയുന്നു. ഉടനെ അവതാരക വീണ്ടും ഇടപെടുന്നു. ഞാൻ അന്നയോടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് ബോധം വീണ്ടെടുത്ത അന്ന വളരെ മാന്യമായി ചോദിക്കുന്നു, ഈ ചോദ്യം നിങ്ങൾക്ക് മാന്യമായി ചോദിച്ചുകൂടെ? അതെ, ഈ ചോദ്യം തന്നെ അനാവശ്യമാണ്. ഇനി അവൾക്ക് ചോദിച്ചേ മതിയാകൂ എന്നുണ്ടെങ്കിൽ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് കേൾക്കുന്നു. അന്നയ്ക്ക് അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്. അഷ്കറും അന്നയും തിരുത്തിയിട്ടും അവതാരക ചോദ്യം ആവർത്തിച്ചു. ഞാൻ ചോദിച്ചത് അന്നയോടാണ്, അഷ്കറിനോടല്ല എന്ന് പറഞ്ഞും കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ മൈക്ക് വലിച്ചെറിഞ്ഞ് അഷ്കറും അന്നയും ഇറങ്ങിപ്പോകുന്നു. ഇത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് എന്നായിരുന്നു പലരുടെയും ധാരണ. എന്നാൽ പിന്നീട് അന്ന തന്നെ വിശദീകരണവുമായി എത്തി. സംഭവം സത്യമാണ്. സത്യത്തിൽ ഇതുപോലെയുള്ളവർക്ക് മൂക്കുകയറിടേണ്ട സമയം പണ്ടേ അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ചോദ്യം അന്നയ്ക്ക് ആ അവതാരകയോട് തിരിച്ചും ചോദിക്കാമായിരുന്നു. ആർക്കെങ്കിലും കിടന്നു കൊടുത്തിട്ടാണോ താങ്കൾ ഈ ജോലിക്ക് കയറിയത് എന്ന് ചോദിക്കാത്തത് അവരുടെ മാന്യത. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് വെച്ച് ഒരു തല്ലുകൊള്ളി ചോദ്യം വിദ്യാർത്ഥിനികളോട് ചോദിച്ച അവതാരക പെൺസിംഹത്തെ നാട്ടുകാർ തന്നെ പഞ്ഞിക്കിട്ടിരുന്നു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഇത്തരക്കാർ കൗമാരക്കാരായ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പോൺ വീഡിയോ കാണാറുണ്ടോ? ഏത് പോൺ നായികയാണ് ഏറ്റവും ഇഷ്ടം? സ്വയംഭോഗം ചെയ്യാറുണ്ടോ? ബെസ്റ്റ് ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ചാൽ തയ്യാറാകുമോ? ഇത്തരത്തിലാണ് കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ലൈംഗിക ബന്ധം എന്നുള്ള വാക്കിന് ഇവർ പറയുന്നത് മറ്റൊരു പേരാണ്. അതിവിടെ പറയാൻ കൊള്ളില്ല. യഥാർത്ഥത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന അവതാരകർക്ക് മറുപടി കൊടുക്കേണ്ടത് വായിൽ കിടക്കുന്ന നാവ് കൊണ്ടല്ല, കാലിൽ കിടക്കുന്ന ചെരിപ്പ് കൊണ്ടാണ്. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി ഇത്തരം ആഭാസത്തരങ്ങൾ ചോദിക്കാനുള്ള ലൈസൻസ് ഇവർക്ക് ആരാണ് കൊടുത്തത്? എങ്ങനെയും എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളെ പ്രകോപിപ്പിച്ചിട്ടായാലും റീച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇവറ്റകളുടെ ഉദ്ദേശം. സഞ്ജു ടെക്കിയുടെ കാര്യം തന്നെ നോക്കൂ. 10-30 ലക്ഷം രൂപ വിലയുള്ള പുതുപുത്തൻ ടാറ്റ സഫാരിയിലാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നടു റോഡിൽ ഷോ കാണിച്ചത്. അതവന്റെ വിവരക്കേട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആ വിവരക്കേട് തിരുത്തിയപ്പോഴെങ്കിലും ഇവന് ബോധം വീഴണമായിരുന്നു. അതുണ്ടായില്ല. പരസ്യമായി മോട്ടോർ വാഹന വകുപ്പിനെ തന്നെ വെല്ലുവിളിച്ചു. ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇടപെട്ട ഇയാൾക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു. അപ്പോഴും വെല്ലുവിളിക്ക് കുറവുണ്ടായില്ല. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് നല്ല വാക്കു പറഞ്ഞ് പിഴയടച്ച് പോയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ ദുർഗതി ടെക്കിക്ക് വരില്ലായിരുന്നു. മുമ്പ് ഈ ബുൾജെറ്റ് സഹോദരന്മാരും ഇത്തരത്തിൽ പെട്ടിരുന്നു. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇത്തരം സാങ്കേതിക വിദ്യകളെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം യൂട്യൂബിൽ നിന്ന് കുറച്ച് കാശ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും തലമറന്ന് എണ്ണ തേക്കുന്ന പരിപാടി ചെയ്താൽ ഇതായിരിക്കും ഫലം. നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു സഞ്ജു ടെക്കിയുടെ വിക്രിയകൾ. അതുപോലെ വേറൊരെണ്ണമുണ്ട്, തൊപ്പി. അവൻ്റെ പേര് കൃത്യമായി അറിയില്ല. കാണുന്നത് പോലും അസഹ്യതയുണ്ടാക്കുന്നത് കൊണ്ട് കൂടുതൽ അറിയാനും ശ്രമിച്ചിട്ടില്ല. പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അവന് നേരമില്ല. ഒടുവിൽ പോലീസ് വീട് ചവിട്ടി തുറന്ന് തൊപ്പിയെ എടുക്കേണ്ടി വന്നു. ഒരു അതിഥിയെ ക്ഷണിച്ചു വരുത്തുക, അവരോട് വ്യക്തിപരമായതും അസഹ്യതയുണ്ടാക്കുന്നതുമായ ചോദ്യങ്ങൾ ചോദിക്കുക, അവർ പൊട്ടിത്തെറിക്കുമ്പോൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് റീച്ച് വാങ്ങുക. എന്തൊരു മര്യാദകേടാണിത്! അന്നയെയും അഷ്കറിനെയും പൊതുനിരത്തുകളിൽ ഇത്തരം യൂട്യൂബർമാരുടെ ആഭാസത്തരങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചൂളി നിൽക്കുന്ന കുട്ടികളോടും ചെറുപ്പക്കാരോടുമൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ നാടിനെയും ഈ സമൂഹത്തെയും ഒക്കെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ. അതേക്കുറിച്ചൊന്നും ചോദിക്കാതെ ആർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത ആഭാസത്തരങ്ങളും ചോദിച്ചു കൊണ്ടുവരുന്നവർക്ക് മറുപടി കൊടുക്കേണ്ടത് കാലിൽ കിടക്കുന്ന ചെരിപ്പൂരിയാണ്. ഇനിയും നിങ്ങളെപ്പോലെയുള്ളവർ അതിന് മടി കാണിച്ചാൽ ഇവരിനിയും ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും.